പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാത സമയത്ത് ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ ഗുണം ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് സ്തുതിക്കുകയാണ്. ഏത് സമയം കൃപാസനം വരെയും അടുത്ത് ചെല്ലുവാനുള്ള ദൈവത്തിൻ്റെ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന സമയത്തൊന്നില്ല, ഏത് സമയത്തും കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശിച്ച് യാഗങ്ങൾ അർപ്പിക്കാനുള്ള അനുവാദം ലഭിച്ച സ്ഥാനത്ത് നിന്ന് തൻ്റെ ദേഹമാകുന്ന തിരിശീല ചിന്തി നമുക്ക് ആ കൃപാസനം വരെയും അടുത്ത് ചെല്ലുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് തന്നു. അതിനോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ ഭക്തനായ ഒരു മനുഷ്യൻ, തനിക്കൊരു ഓർഫനേജ് ഉണ്ടായിരുന്നു. ആദ്യമേ ആരംഭിച്ച ഓർഫനേജിൽ 300 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 300 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവിലെ സമയം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാൻ ഗുണം ഒരു പീസ് ബ്രെഡ് പോലും അവിടെ ഇല്ലായിരുന്നു. സ്തോത്രം. പക്ഷേ പാചകക്കാരോട് പറഞ്ഞു 300 കുഞ്ഞുങ്ങൾക്ക് 300 പ്ലേറ്റ് അവിടെ നിരത്തി വെക്കുവാൻ ഗുണം പറഞ്ഞു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗുണം വന്നിരിക്കാൻ പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പോൾ പ്ലേറ്റ് എല്ലാം എംറ്റിയാണ്, ശൂന്യമായിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പുള്ളി എല്ലാവരും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്ക്, ആഹാരം തന്നതിനാൽ സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. പിള്ളേർക്ക് പല അനുഭവങ്ങളുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് അവർ കണ്ണടച്ച് ആഹാരം ലഭിച്ചതിനാൽ സ്തോത്രം ചെയ്തു. കണ്ണു തുറന്ന് നോക്കിയാണെങ്കിൽ പ്ലേറ്റിനകത്തൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ ജോർജ് മുള്ളർ തൻ്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ ആ വാതിലിൽ ഒരു കുതിരവണ്ടിയിൽ, അന്നൊക്കെ കുതിരവണ്ടിയാണ്, 1800 വർഷങ്ങൾ ആ സമയത്തെ 18 അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞു ഒരു ബേക്കറിക്കാരനാണ് വന്നത്. ആ കുതിരവണ്ടിയിൽ നിറച്ച് ബേക്കറി ഐറ്റംസ്, അതായത് ബ്രെഡുകൾ. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നോട് ആരോട് സംസാരിക്കുന്നത് കേട്ടു, ഇന്ന് രാത്രി മുഴുവനും നീ ബേക്കറിയിൽ റൊട്ടി ഉണ്ടാക്കണം, 300 എണ്ണം വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. അയാൾ പറഞ്ഞു ആ 300 ബ്രെഡ് എൻ്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരെടുത്തോണ്ട് പോകാൻ പറഞ്ഞു. സ്തോത്രം. ജോർജ് മുള്ളർ ദൈവത്തിന് സ്തുതി അർപ്പിച്ചു. മാത്രമല്ല അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കുതിരവണ്ടിയിൽ പാല് കച്ചവടക്കാരൻ, പുള്ളി എക്സാക്ട് ആ എൻട്രൻസിൽ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായിപ്പോയി. അത് കുതിരവണ്ടി എന്നാലും ടയറുള്ള വണ്ടിയാണ്. അയാൾ പറഞ്ഞു ഇത് നീ നന്നാക്കിയൊക്കെ പോകുമ്പോഴത്തേന് പാലഴുക്കാവും, അതുകൊണ്ട് ഈ പാല് ഈ അനാഥശാലയ്ക്ക് ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ആ പാല് കൊടുത്തു. 300 കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായിട്ട് 300 ബ്രെഡും 300 ഗ്ലാസ് പാലും ദൈവം കൊടുത്ത് ദൈവത്തിന് അതിനോട് സ്തോത്രം. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ആ സേവിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ അകമഴിഞ്ഞൊന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അന്ധമായ രക്ഷയാണ് നമുക്ക് പ്രാപിക്കുന്നത്. ആകയാൽ നമ്മൾ സംശയമായിട്ടിരിക്കാനല്ല, ലഭിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളും യാതൊന്നും കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ പലത് കണ്ടാൽ പോലും വിശ്വസിക്കാൻ നമുക്ക് സംശയം. അത് അങ്ങനെ ആണോ, ഇത് ഒറിജിനൽ തന്നെ ആണോ എന്നുള്ള സംശയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കാണ് നമുക്ക് സ്തോത്രം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആ ഗ്രൂപ്പിൽ കർത്താവ് നമ്മളെയും ഉൾപ്പെടുത്തിയതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് ജീവനുള്ളതും ശക്തിയേറിയതുമായ ദൈവത്തിന്റെ വെളിപ്പാടാണ്. നമ്മൾ ദൈവവചനം വായിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിന്റെ അത്യന്താപേക്ഷിതമായ വിഷയങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. സ്തോത്രം.
എബ്രായർ 4-ാം അധ്യായം അതിന് 12 വാക്യം വായിച്ചോട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. മതി. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഓരോ വിഷയങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അല്ലേ? അതെ. ഈ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരു പുസ്തകമാണ് ദൈവവചനം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ദൈവത്തിന്റെ വചനങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ഹൃദയത്തിൽ ജീവൻ പകർന്നാണ്. അതാണ് നമ്മൾ വായിച്ചത്. 4:12 വായിച്ചതാണ്. എന്താണ്? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ ഒരു കാര്യം ഇന്ന് മെഡിക്കൽ സയൻസിന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഹൃദയത്തിലെ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ ചിന്തകളെയും നിലവുകളെയും വിവേചിപ്പാൻ ഗുണം അതിന് സാധ്യമല്ല. ലോകത്തിലെ ഒരു ലോകം സാധ്യമല്ല. എന്നാൽ അത് തിരിച്ചറിയാൻ വിവേചിപ്പാൻ ഗുണം കഴിവുള്ളതാണ് നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം. അത് ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ച. ഇങ്ങനെ ഇരുവായത്തില ആദ്യമേ വെട്ടുന്ന എനിക്കായിരിക്കും, പിന്നെ ആയിരിക്കും നിങ്ങൾക്ക് വെട്ടുന്നത്. കാരണം ദൈവവചനം അത് രണ്ടു വശത്തും ഒരുപോലെ പ്രയോജനപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശരീരത്തിൽ ജീവൻ പകരുന്നതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ആരായിരുന്നു? നമ്മൾ മൃതപ്രായരായിരുന്നു, അല്ലേ? പാപത്തിൽ നമ്മൾ മരിച്ചവരായിരുന്നു. ഈ മരിച്ച നമുക്ക് വേണ്ടി ജീവൻ പകരുവാൻ വേണം നിത്യജീവനുമായിട്ട് നമ്മുടെ കർത്താവ് വന്ന ദൈവത്തിനോട് ഹല്ലേലൂയ. വചനം എന്നാൽ എന്താണ്? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. അവസാനം പറയുന്നത് വചനം ദൈവമാകുന്നു. ആ ദൈവമായവൻ വചനമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മൃതപ്രായരായിരുന്ന നമ്മളെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ജീവൻ പകർന്നു. അതാണ് നിത്യജീവൻ. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് ജീവൻ നൽകുവാൻ ഗുണം വന്നിരിക്കുന്ന ദൈവത്തിന്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രസക്തമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം നമുക്ക് ജീവൻ പകരുന്ന. അതാണ് നമ്മൾ വായിച്ചത്. ഇരുവായിട്ടുള്ള അല്ല, ജീവനും ചൈതന്യം തരും. സ്തോത്രം. ഈ ചൈതന്യം വന്നതിനെ കുറിച്ച് യോസഫിന്റെ രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നെന്ന് പറഞ്ഞു. അതിന്റെ ആ എത്രത്തോളം ഡീപ്പ് എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല. സ്തോത്രം. മരിച്ചു പോയെന്ന് പറഞ്ഞ യോസഫ് ചേട്ടന്മാരിലാണ് അതിൽ ഒപ്പിച്ചു വെച്ചത്. മരിച്ചു പോയെന്ന് പറഞ്ഞ യോസഫ് ജീവനോട് ഇരിക്കുന്നുവെന്നും അവൻ എന്നെ എതിരേക്കാൻ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ആനന്ദം, ആ ചൈതന്യം, അതിന്റെ ക്ലൈമാക്സ് എത്ര നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? സ്തോത്രം. അതുപോലെയാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ യാതൊരുമായ പ്രത്യാശയില്ലാതെ ജീവൻ നഷ്ടപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നിരാശയിൽ കഴിഞ്ഞിരുന്ന നമ്മളൊക്കെ
ഒരു സദ്വർത്തനമായിട്ട് കർത്താവ് വന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നല്ല കർത്താവിന്റെ ഹല്ലേലൂയ ആ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുകൊണ്ടപ്പോൾ ഉണ്ടായ ആ ചൈതന്യം, അതായത് രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ദിവസത്തെ ആ ചൈതന്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ പറയും, രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ആ ദിവസത്തെ ആ ചൈതന്യം. മിക്കവാറും പറയാറുണ്ട്, ആ രക്ഷിക്കപ്പെട്ട നാളിലെ ഉത്സാഹവും എല്ലാവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതെല്ലാം കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. എന്താ കാര്യം? നമ്മളെ നിർമ്മിച്ചിരിക്കുക എന്തുകൊണ്ടാണ്? മണ്ണുകൊണ്ടാ. സ്തോത്രം. ഈ മൺകലത്തിനകത്ത് വെള്ളം സൂക്ഷിച്ച് എത്ര പേരുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം സൂസനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു മൺകലം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ സൂസനെ നീ ഒരു കാര്യം, അത് കഴുകി ഈ ചൂട് സമയമില്ലയോ, ഒന്ന് മൺകുടത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക, ഉച്ചയ്ക്കൊക്കെ കുടിക്കാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങളത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ മൺകലത്തിനകത്ത് നിറച്ച് നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാം? ആരും ഒരു തുള്ളി വെള്ളം പോലും എടുക്കണ്ട. എങ്കിലും എന്ത് സംഭവിക്കും? ഇവാപറേറ്റ് ചെയ്ത് ആ ശുശ്രൂഷത്തിൽ കൂടി അങ്ങനെ വെള്ളം കുറഞ്ഞു വരും. എന്നാൽ ഒരു ചെമ്പുകലത്തിലോ ഒരു ബ്രാസിന്റെ കോപ്പറിന്റെയോ ഒക്കെയുള്ള കലങ്ങളിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തുളുമ്പിയിരിക്കും, ഒന്നും നഷ്ടപ്പെടത്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, 103 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പ്രകൃതി അറിയുന്നു, നീ പൊടിയെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ശോഷിപ്പുകൾ അല്ലെങ്കിൽ ചോർച്ചകളെ കുറിച്ച് നല്ലവണ്ണം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു നല്ല ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് ഹല്ലേലൂയ ആ ശോഷിച്ച അനുഭവം ശേഷിച്ചതാണുള്ള സമയത്ത് അതിൽ നമുക്ക് ചൈതന്യം വരുത്തുവാൻ എടുക്കണം. ദൈവവചനത്തിൽ കൂടി അവൻ നമ്മളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യ ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം വരുത്തുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം, അല്ലേ? പാപിയെ ആരാക്കി തീർക്കും? ദൈവമക്കളാക്കി തീർക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നിരിക്കുന്ന കള്ളുകൂടിയന്മാരെ എല്ലാ ദോഷകരമായ ജീവിതം നയിച്ചവരെയൊക്കെയും ഈ ദൈവവചനത്തിൽ കൂടി മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയറ്റവർക്ക് പ്രത്യാശ നൽകി കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ മാഹാത്മ്യം കണ്ടവർ പിന്നെ കർത്തനെ വിട്ടുപോകും. ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിരുമോ? സ്വസ്ഥിരമല്ലാത്ത സ്നേഹത്തിനോടൊത്തു ഞാൻ വിശ്രമിക്കാൻ ലഭ്യമേ. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സുഖം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷം തരുന്നതാണ് ദൈവത്തിന്. ഹല്ലേലൂയ. ഇനി ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വിശ്വാസതയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും
ദൈവത്താൽ അപ്രൂവ് ചെയ്യപ്പെട്ട വിഷയമാണ്, ആമേൻ. അല്ലേ? അതെ, എല്ലാം ദൈവ ശാസ്ത്രീയമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതായത് ദൈവം നൽകി തന്നിരിക്കുന്ന വെളിപ്പാടുകളാണ് ഈ ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അപ്പൊ വെളിപ്പാടുകള്, ദൈവം കൊടുത്ത വെളിപ്പാടുകൾക്ക് കഴിഞ്ഞ ദിവസം തോന്നുന്നു ഹരീഷ് പാഷ ഓരോരുത്തർ വെളിപ്പാടിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടെ. അത് വേണ്ടാത്ത രീതിയിലൊക്കെ വെളിപ്പാടുകൾ കാണുന്നവർ കാണുമായിരിക്കും. പക്ഷെ ദൈവവചനത്തിന്റെ അധികാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടാണ്. ആമേൻ. സ്തോത്രം. അതിനകത്ത് യാതൊരു അപാകതയുമില്ല. അപ്പോൾ ഇതിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ആ വെളിപ്പാടിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നോ അതുപോലുള്ള അനുഭവത്തിലേക്ക് നമുക്ക് പോകാൻ കൊണ്ട് സാധിക്കും. ഇത് ദൈവശാസ്ത്രീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ഇത് മോശ എഴുതിയാണെന്നോ അപ്പോസ്തലന്മാർ എഴുതിയാണെന്നോ ഒക്കെ നമ്മൾ പറയുമെങ്കിൽ തന്നെയും ഇത് ആരുടെ അപ്രൂവലോട് കൂടിയതാ? ദൈവത്തിന്റെ അംഗീകാരത്തോടു കൂടി ഇറക്കിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് വരെയും ഇതിന് മാറ്റമില്ലാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്തില് വള്ളി പുള്ളിക്ക് വ്യത്യാസം വരുത്തുവാൻ ഒരു മനുഷ്യനും അധികാരമില്ലെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് അംഗീകരിക്കുന്നവർക്ക് ഇത് എത്രത്തോളം അനുഗ്രഹമാണ്. ഈ പകൽ നേരത്തെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും നമുക്ക് ഈ ദൈവവചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, ഈ ദൈവവചനമാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. ഈ ഇരുളടഞ്ഞ ലോകത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ ഇടറിയാതെ, നമ്മുടെ കാലുകൾ തട്ടിപ്പോകാതെ നമ്മളെ നിലനിർത്തുന്ന ആ സത്യപ്രകാശം, ആ സത്യവചനം നമ്മളെ ഹല്ലേലൂയ നിലനിർത്തുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനത്തില് മറ്റൊരു പ്രത്യേകതയാണ്, ഇത് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17:17. അവരും ലൗകികന്മാരല്ല, സത്യത്തിൽ അവരെ വിശദീകരിക്കണമേ. നിന്റെ വചനം സത്യം ആകുന്നു. നിന്റെ വചനം സത്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ട്. ഞാനും 10 പുസ്തകം എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ ദാസനും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തിനകത്ത് എന്തില്ല? തെറ്റില്ല. എല്ലാ സത്യം. നിന്റെ വചനം സത്യമാകുന്നു. ആര് പറഞ്ഞ? കർത്താവ് തന്നെ സാക്ഷിച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ സത്യവചനത്തിന് ആര് ചെവി കൊടുക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അവരോടാണല്ലോ പണ്ടുകാരൻ പറഞ്ഞത്, സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിന്റെയും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നോ എഴുതിയിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും കോരകുരിശിൽ ചുമന്നു പറഞ്ഞ് സൗഖ്യമാക്കുവാൻ അടിപ്പിണറ
യേശു വിളിച്ചിടുന്നു വരുവീനി നല്ല സമയോ വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സത്യമാണ്. ആ സത്യത്തിലേക്ക് ഓരോ ദിവസവും കർത്താവ് നമ്മളെ ഈ ദൈവവചനത്തിൽ കൂടിയാണ് നടത്തുന്നത്. 119 സങ്കീർത്തനം 105 വാക്യത്തിലാണല്ലോ വായിക്കുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതയാത്രയിൽ പലപ്പോഴും അന്ധകാരം വരുത്തുവാൻ തോന്നും പിശാച് ശ്രമിക്കാറുണ്ട്. നമ്മുടെ കാലുകൾ ഇടറിപ്പോവാനും നമ്മുടെ കാലുകൾ തട്ടി വീഴുവാനൊക്കെയും അനേക സന്ദർഭങ്ങൾ പിശാച് കൊണ്ടുവരും. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ വചനമാകുന്ന ഹല്ലേലൂയ ഈ ദീപം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നതിനാൽ നമ്മൾ തട്ടി വീഴുവാനോ ഇടറി വീഴുവാനോ ഇടയാകാവണം ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കാത്ത ഏതെല്ലാം കഷ്ടങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കും നമ്മളത് ചിന്തിച്ചു വെക്കട്ടെ. ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ രോഗങ്ങൾക്ക് കൂടി അവൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ അപ്രമാദിത്വം. ഇതിനെക്കുറിച്ച് ആർക്ക് എന്തോ പറയാൻ സാധിക്കും. ഹല്ലേലൂയ. ഇതിനകത്തില് ദൈവത്തിന്റെ എന്ത് സ്വഭാവമുണ്ടോ ആ സ്വഭാവം ഇതിനകത്ത് പ്രതിഫലിച്ചിരിക്കുകയാണ്. സ്തോത്രം അല്ലേ? ദൈവത്തിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവം ഈ വചനത്തിൽ പ്രതിഫലിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതായത് ദൈവത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ ദൈവജനത്തിനകത്തും തെറ്റുപറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവം, ദൈവം പൂർണ്ണനാണല്ലോ. അങ്ങനെയെങ്കിൽ ദൈവവചനവും എന്താണ്? തികവുള്ളതാണ്. നിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. സ്തോത്രം. ദൈവമക്കളെ, ഈ ആ വചനമാണ് ഏഴകളായ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ കുറവുകളെ പരിഹരിച്ച് നേർവാതിലൂടെ നടത്തുവാൻ തോന്നും. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഈ സത്യവചനം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ എന്തെല്ലാം വേണമോ, ദോഷമായത് ഏതാണ്, ഗുണമായത് ഏതാണ് എന്നൊക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അവരിൽ ഒരു ബലഹീനനും ഉണ്ടായില്ല. എന്താണ്? ദൈവം ഭക്ഷിപ്പാൻ കൊടുത്തത്, ദൈവം അനുവദിച്ചു കൊടുത്തത് ഒക്കെ കൊളസ്ട്രോൾ ഇല്ലാതെയും BP ഇല്ലാതെയും ഒക്കെ PhD ഇല്ലാതോണം യാത്ര ചെയ്യുവാനോണം ജനത്തെ ഇടയാക്കിയതെന്നാണല്ലോ ഈ ദൈവവചനത്തിലൂടി അവരെ. അത് തന്നെയല്ല, മനുഷ്യന്റെ ആത്മീയ വളർച്ചയ്ക്കും പാപബോധത്തിനും ദൈവീയ ജ്ഞാനത്തിനും അത്യന്താപേക്ഷിതമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ 12-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ, ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ക്കുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു തരുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. ഹല്ലേലൂയ. ഈ തുളച്ച് പെനട്രേറ്റ് ചെയ്യാന്ന് പറയാം. തുളച്ച് നമ്മൾ ഡ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തുളച്ച് ചെല്ലത്തില്ലേ, നമുക്ക് ഒന്നും അത്രത്തോളം ഒന്നും കാണാൻ എടുക്കാനൊന്നും പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് അത് പെനട്രേറ്റ് ചെയ്ത് തുളച്ച് ചെന്ന് അത് കണ്ടെത്താൻ സാധിക്കും. എന്താണെന്നറിയോ? അവിടെ ചെന്നിട്ടാ അത് വിവേചിക്കുന്നത്. അങ്ങ് അകത്ത് ചെന്നിട്ടാണ് ഹല്ലേലൂയ അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് ആന്തരികമായിട്ട് അത് നമുക്ക് ചിലതൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലെ കാര്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതാകിയാൽ ഈ വചനത്തിൽ ആശ്രയിച്ച് ഉറച്ച് വിശ്വസിച്ച്
ഇത് നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി ദിനംതോറും കരുതിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവ്വശക്തനായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സത്യവചനത്തിന് അതിന് ചെവി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതാന്ത്യം വരെ മുന്നോട്ട് യാത്ര ചെയ്താൽ ദൈവം നമ്മളെ നിത്യത്തിലെത്തിക്കും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാണ്. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.